അക്കാലം അത്രയും എല്ലാവരും നല്ലതു മാത്രം പറഞ്ഞൊരാൾ, രാവന്തിയോളം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി ജീവിച്ചൊരുത്തനെ സോഷ്യൽ മീഡിയ കമ്പോളത്തിന് വേണ്ടി സൈബർ ആൾക്കൂട്ടക്കൊലയിൽ തൂക്കിവിറ്റ് കഴിവേറ്റിയതാണ്. നവീൻ ബാബുവിന്റെ കാര്യത്തിൽ എപ്പോഴും പറഞ്ഞതുപോലെ മരിച്ചുപോയവർക്ക് വേണ്ടി ആഞ്ഞുവാദിക്കൽ ഉത്തരവാദിത്തമെന്ന ബോധ്യത്തിൽ മാത്രമല്ല, വീഡിയോ പലയാവർത്തി കണ്ട ബോധ്യത്തിൽ പറയുന്നു. ആ യുവാവ് 110% നിരപരാധി. ഭാരമുള്ളൊരു ബാഗ് ഉയർത്തുമ്പോൾ അറിയാതെ പറ്റിയത്, റീച്ചിന് പറ്റിയ ഒരു കോപ്പ് കിട്ടിയ ആനന്ദത്തിൽ ചിരിച്ചുകൊണ്ട് ലൈംഗികാതിക്രമം പകർത്തിയെന്ന് ആരോട് പറയലാണ്? ആദ്യമിട്ടൊരു വീഡിയോ എറിച്ചില്ല, പിന്നെ ആ സ്ലോ മോഷൻ പല ആംഗിളിൽ എഡിറ്റ് ചെയ്ത് സാരോപദേശം തള്ളിക്കയറ്റിയ വീഡിയോ ഇന്നലെ അപ്പോൾ 27 ലക്ഷം പേര് കണ്ടെങ്കിൽ ഒരുത്തനെ പച്ചക്ക് വെട്ടിക്കീറി ഇറച്ചി കഷ്ണം വിൽപ്പനയ്ക്ക് വെച്ചതിന്റെ കൂലിയാണ്. കഷായം ഗ്രീഷ്മയ്ക്കും കൂടത്തായി ജോളിക്കും വേണ്ടി വാദിച്ചവർ ഇവിടെയും ഒരു ഹാഷ്ടാഗ് അവൾക്കൊപ്പം ഉണ്ടാക്കി ഇറങ്ങുന്നുണ്ട്. സ്ത്രീപക്ഷ കാപട്യങ്ങളെ നാണമുണ്ടോ? കോൾ ഔട്ട് എന്നും പറഞ്ഞ് യഥാർത്ഥ പരാതികളെയും തൊലക്കലാണ് നിങ്ങളുടെ പണി. ശരിയായ പരാതിയിൽ ആർജവത്തോട് അവൾക്കൊപ്പമാണ്. പക്ഷേ ഈ വ്യാജങ്ങളെ, സോഷ്യൽ മീഡിയ കോണ്ടന്റ് അപരാധങ്ങളെ സ്ത്രീ സമൂഹം ചെറുക്കുന്നില്ലെങ്കിൽ ഇനിയും അച്ഛനും മക്കളും ഭർത്താവും അടക്കം മച്ചകത്ത് തൂങ്ങിയാടും വേട്ടക്കിരകൾ, ആൺശവങ്ങൾ. ഏതോ സമാന്തര ലോകത്ത് ലൈക്കത്രയെന്ന് നോക്കി പൂണ്ടിരിക്കുന്ന പെർവേർട്ടുകൾ അടങ്ങരുത്, ഫോണും തൂക്കി ഇറങ്ങണം. ഗോവിന്ദാപുരത്തെ അമ്മയുടെ കണ്ണുനീരും മകന്റെ വായ്ക്കരയും കൂടി പിടിച്ച് വീഡിയോ ഒരു മ്യൂസിക് ഇട്ട് തള്ളിക്കയറ്റ്, അങ്ങോട്ട് കുത്തിക്കയറട്ടെ, ലൈക്കും ഷെയറും തീരട്ടെ നിന്റെയൊക്കെ മുടിഞ്ഞ ആർത്തി.